റവന്യൂ മന്ത്രി കെ രാജൻ ഇന്ന് ഈ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞല്ലേ? അതെ, ചിലര് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ് എന്നാണ് മന്ത്രിയുടെ പ്രതികരണം. പുനരധിവാസത്തിൽ ഇപ്പോൾ പുറത്തുവിട്ട ലിസ്റ്റ് അന്തിമമല്ല. പരാതി നൽകാൻ 15 ദിവസത്തെ സമയമുണ്ടെന്നും മുഴുവൻ പരാതിയും പരിശോധിച്ച് നടപടി ഉണ്ടാകുമെന്നുമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. സർക്കാരിന്റെ ലക്ഷ്യം ആരെയും ഒഴിവാക്കലല്ലെന്നും എല്ലാവരെയും ഉൾപ്പെടുത്തിയാണ് പുനരധിവാസം സംഭവിക്കുകയെന്നുമാണ് മന്ത്രി കെ രാജൻ ഇതേക്കുറിച്ച് പറഞ്ഞത്. ഒരാശങ്കയും ഉണ്ടാകേണ്ട കാര്യമില്ല. നിലവിലുള്ള ലിസ്റ്റിൽ പെടാതെ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇരട്ടിപ്പുണ്ടായ സംഭവങ്ങളുണ്ടെങ്കിൽ, ഏതെങ്കിലും വിധത്തിൽ പുതിയതായി ഉൾക്കൊള്ളേണ്ട ആളുകളുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കിയതാണ്, DDMA യോഗം അംഗീകരിച്ചതാണ്. അതിലുള്ള കുറവുകളാണല്ലോ ഈ ദിവസം പരിശോധിക്കുക. അത് പൂർണ്ണമായി പരിഹരിക്കും. അവസാനത്തെ ലിസ്റ്റ് വരുമ്പോൾ കരടെന്ന പേര് മാറി തെളിമയോടെ ലിസ്റ്റ് വരും. അതാണ് ഫൈനൽ ലിസ്റ്റ്. ഫൈനൽ ലിസ്റ്റ് വരെ അനാവശ്യ വിവാദങ്ങൾ ഉൾപ്പെടുത്തി ആളുകളെ ഭീതിയിലേക്ക് കയറ്റേണ്ട കാര്യമില്ല. പൂർണ്ണമായി വീട് തകർന്ന 10, 11, 12 വാർഡുകളിലെ ആളുകൾക്കാണ് ഇത് നൽകിയിട്ടുള്ളത്. രണ്ടാമത്തെ ലിസ്റ്റിൽ ഇനി അങ്ങോട്ട് പോകാൻ പറ്റാത്ത മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തും. ഈ ദുരന്തത്തിന്റെ ഭാഗമായി ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങളുണ്ടായ മുഴുവൻ പേരെയും ഉൾക്കൊള്ളിക്കും. അതിലൊരു പ്രയാസവും നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല. ഒന്നാമത്തെ ലിസ്റ്റിൽ എന്തെങ്കിലും കുറവോ എന്തെങ്കിലും പ്രയാസമോ പേര് വരാത്തതോ ഇതേക്കുറിച്ചുള്ള ചില വാർത്തകളോ ആശങ്കകളോ ഉള്ളതുകൊണ്ടാണ് അത് ക്ലിയർ ചെയ്തുകൊണ്ട് റവന്യൂ മന്ത്രി സംസാരിച്ചത്.